ഹായ്, നമസ്കാരം. വെൽക്കം ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കുറേ ദിവസമല്ല കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പോയിൻ്റാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇഫ് വി ഡു സംതിങ് ഗുഡ് മീൻസ് if we do something with a good motive to others, then God will allow it to become a motivation for him or her to become good for other people. ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓരോ ആൾക്കാർ ഡേ ബൈ ഡേ കാണുന്നുണ്ട്. നമ്മൾ ജോലി സ്ഥലത്ത്, സ്കൂളിൽ, കോളേജിൽ, wherever we go you see different type of people, different categories. ബട്ട് നമ്മളെല്ലാവരും പല ഡീലിങ്സ്, ഗീവ് ആൻഡ് ടേക്ക് പോളിസി വരുന്നുണ്ട്. പക്ഷേ പല സമയത്ത് വരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അതിപ്പോൾ എവിടെയാണെങ്കിലും അറിയാമല്ലോ. അതിപ്പോൾ കമ്പനിയിലാണെങ്കിലും പൊളിറ്റിക്സ്, അങ്ങനെ പല വിഷയം വരാറുണ്ട്. അപ്പം ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഈ ആൾക്കാർ പൊതുവെ ശ്രദ്ധിക്കാറില്ലാത്തൊരു കാര്യമാണ് മോട്ടീവ്. മലയാളത്തിൽ അതിന് എന്തുദ്ദേശം, അല്ലെങ്കിൽ ചേതവികാരം എന്നൊക്കെ പറയും. അതാരും നോക്കാറില്ല. ഇപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അത് രണ്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നവരുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ അയാൾ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് എമ്പതറ്റിക്കലി അയാളുടെ ഫീലിംഗ് അയാൾക്ക് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം ഏത് ഉദ്ദേശിച്ച് ചെയ്യുന്നതെന്ന് നമ്മുടെ പുറം ലോകം, എക്സ്റ്റേണൽ വേൾഡ് ആരും നോക്കുന്നില്ല. അതാകെ ഒരാൾ മാത്രമേ കാണുന്നുള്ളൂ, ദൈവം മാത്രം. മനസ്സിലായോ? അതുകൊണ്ട് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, when you do something do it secretly, then the heavenly Father will reward you openly. നീ ഒരു കാര്യം നല്ല ചെയ്യുമ്പോൾ സീക്രട്ടായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഹെവൻലി ഫാദർ, സ്വർഗ്ഗസ്ഥ പിതാവ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ മാനിക്കും. അത് വലിയൊരു പോയിൻ്റാണ്, ഒത്തിരി പേരുടെ ജീവിതത്തിൽ നടന്നിട്ടുമുണ്ട്. അപ്പം ചില സമയങ്ങളിൽ എല്ലാവരുടെ മുമ്പിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. എല്ലാവരുടെ മുമ്പിൽ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു തരുന്നത്, എന്ത് മോട്ടീവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇത് കാരണം ചിലർ തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പം ഒരാളോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്തോട്ട് പോവുക. അപ്പോൾ ആ സ്ഥലത്ത് ചിലപ്പം പോകുമ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം വെള്ളം അടിക്കാത്ത ആൾ, ഡ്രിങ്ക് ചെയ്യാൻ പറ്റാത്ത ആൾ, നമ്മൾ കള്ളു കുടിക്കുക അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ചാൽ അത് എക്സാമ്പിൾ ഡ്രിങ്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ഡ്രിങ്ക് ചെയ്യാത്ത ആളായിരിക്കും. പക്ഷെ അവിടെ പോയത് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും പോകുന്നത്. അപ്പം വെളിയിലുള്ളവർ പറയും, അവൻ വെള്ളം അടിക്കാൻ പോയി. അപ്പോൾ അവൻ എന്തിനാണ് പോയതെന്ന് അവരറിയുന്നില്ല. അത് അവന് മാത്രമേ അറിയത്തുള്ളൂ. അത് ആ പുള്ളി ആരെ പോയി കാണാൻ പോയാൽ ആ പുള്ളിക്ക് അറിയത്തുള്ളൂ. ഇങ്ങനെ പ്രീ ജഡ്ജ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവും? ഒരാളൊരു നല്ല മോട്ടീവ് ചെയ്യുമ്പം അത് ചിലപ്പോൾ പ്രിജുഡൈസ് മെൻറ്റാലിറ്റി കാണുന്ന ആൾക്കാരുണ്ട്. അതെന്താ, അപ്പോൾ വേറെ രണ്ട് രീതിയിലായിരിക്കും എടുക്കുന്നത്. പക്ഷേ അതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ those who with good motive will be going forward with only with good intentions. അപ്പോൾ they will go with very successful achievements.